ഈശ്വർ മാൽപ്പയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. അതായത് നമുക്ക് അദ്ദേഹമാണ് പറയേണ്ടത് ഏത് രീതിയിലാണ് അതിനെ അവസ്ഥ, കൂടുതൽ കാഴ്ച കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അല്പസമയത്തിനെങ്ങനെ അദ്ദേഹം മാധ്യമങ്ങളെ ലോറിക്കാർ എവിടെ ഉണ്ട്? അതെ ജാക്ക് അവിടെ. ഇപ്പൊ ഞങ്ങളിപ്പോ കീഴപ്പെടുത്തിയാണ് കാണാൻ നല്ല സുഖമുണ്ട് അവിടെ എന്ന് പറഞ്ഞ് വെള്ളത്തിന് വെളി കൊഞ്ചം കമ്മിയുണ്ട്. അത് കാലിൽ തുടങ്ങി 8 മണിക്ക് തുടങ്ങിയപ്പോൾ ഓരോ വെയിലിൽ ക്ലിയർ ആയിട്ട് കാണും. ഇപ്പം അന്നത്തെ സൈഡ് 30-35 ഉണ്ട്. ആ സൈഡ് ഒരു ഡെത്ത് കുറവുണ്ട്. ആ ജാക്ക് ബെൻസ് കാറിൻ്റെ ജാക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പിന്നെ വിടി ബാഗ് എന്തെങ്കിലും അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ കാലിൽ ഞങ്ങളിപ്പോൾ ഒരു 4 ഡയ്യറായിട്ട് മുങ്ങും. ഇപ്പോൾ കൊഞ്ച അടി കല്ല് മണ്ണെല്ലാം തേടിയിട്ട് അതിൽ അടിയിലെ വണ്ടി ഉണ്ട് നോക്കും. ഒത്തിരി ഉണ്ട്. ഇപ്പൊ ജാക്ക് ഇപ്പൊ മേലായിരുന്നു ഒരു സൈഡ് 3/4 വശം കീഴിലായിരുന്നു, പിന്നെ 1/4 വശം കണ്ടു, പിന്നെ മണ്ണ് എടുത്ത് പിന്നെ ജാക്ക് മേലാക്കി. കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണാൻ പറ്റും. ഈ ലൈറ്റ് 2 ലൈറ്റ് ഉണ്ട്, ക്ലിയർ ആയിട്ട് കാണും. ഇപ്പോഴത്തെ പരിശോധന അവസാനിപ്പിക്കണം ഇന്നത്തെ കണ്ടിന്യൂ ഇന്നിപ്പോ തുടങ്ങി. ഇപ്പൊ രാത്രി അയച്ചല്ലേ, ഇന്ന് നാളെ കാലിന് 3 നാളും ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഷോപ്പ് നാളെ കാലിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ, പിന്നെ 3 നാൾ ഇവിടെ തന്നെ ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ 3 നാൾ മിനിറ്റുണ്ട്. ലോകേഷ്, ജഗന്നാഥ്, പിന്നെ അർജുൻ അവരുടെ ബോഡി എന്തെങ്കിലും വണ്ടി ഉള്ളുണ്ട് നോക്കിയിട്ട് ഇവിടുന്ന് പോകും. ഇപ്പൊ സൈഡ് മാത്രം നോക്കിയത്. ഈ സൈഡിന് അവിടെ ഒത്തിരി മണ്ണുണ്ട്, കല്ലുണ്ട്. ആ കല്ലിന്റെ അടിഭാഗത്തിൽ നമുക്കൊരു ജാക്ക് കിട്ടി. പിന്നെ ആ വണ്ടിയിലെ ഒരു സൈഡ് കഷ്ണം കിട്ടിയിട്ടുണ്ട് അവിടെ. നാളെ ഇവിടെ മുങ്ങണമെങ്കിൽ ഈ മണ്ണ് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ കീഴെ ഇപ്പൊ കമ്പിയാക്കിയില്ലേ, കമ്പിയാക്കിയിട്ട് എല്ലാങ്കിലും നാളെ കാലിലെ വണ്ടി കിട്ടുക മുതലായിട്ട് നോക്കാം. അടിഭാഗത്ത് മണ്ണ് പൊതിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ഒത്തിരി ഉണ്ട്. ഒരേ ഒലല്ല പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് കീഴെ പോകുന്ന സമയത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് മെല്ലെ വിലക്കുന്നു. മധ്യഭാഗത്തിലേ ഉണ്ട്. മധ്യഭാഗം ഇവിടുന്ന് ഒരു 100 അടി, ഇവിടെ 100 അടി മധ്യഭാഗത്തിൽ ഒരു 35-40 അടിയിലെ ആ ജാക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പറവില്ല, വിലയൊക്കെ പറവില്ല. ആ സമയത്ത് ഒരുപാട് 0, പിന്നെ വെള്ളം വലി ഒത്തിരി ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്നും ചെയ്യാനാവില്ല, നമുക്ക് ഒത്തിരി കമ്പി തട്ടുള്ളൂ. ഇപ്പൊ മരം ഉണ്ട്, മരം സൈഡിൽ പൊതുക്കിട്ട് നിങ്ങൾ ചെയ്യും. മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ ഒരു 100 അടിയോ 100 അടി പോയി. നേരത്തെ ഇവിടെ മേലിരുന്ന മരം അത് കിട്ടി. ഇല്ല, അത് ഒന്നും കിട്ടില്ല. അത് കിട്ടിയെങ്കിൽ കൺഫേം ആവും. അതെല്ലാം മണ്ണിലടി, മണ്ണ് ഒത്തിരി വിധുണ്ട്. 4 പേരുണ്ട്. ആ NDRF ആൾക്കാരുണ്ട്, പറവില്ലേ. അവർ വന്നിട്ട് പിന്നെ കയറ് വിട്ടിച്ചുകൊണ്ട് കീഴെ പോകരുത്. നേരെ കയറ് വിട്ടിട്ട് തേടിയാൽ മാത്രം അവിടെ കിട്ടും. പിന്നെ കയറ് വിട്ടിട്ട് പേടിച്ചുകൊണ്ട് നമ്മളവിടെ തേടിക്കൊണ്ട് പോയാൽ ഒന്നും കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഡൈ ആക്കുന്ന സമയത്തിൽ ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല. അവിടെ ആ ഓരോരോ മറ, പിന്നെ കഷ്ണ, കമ്പി കുത്തോ ഒന്നുമില്ല, വലിയില്ല. 6 മണി ഡൈ ചെയ്യുക. കണ്ടെത്താൻ പറ്റുന്ന പ്രതീക്ഷ തന്നെ കണ്ടിപ്പാ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യമേ കീഴിൽ അതിൻ്റെ ഒരു അവസാനം ഒരു ഇത് ജാക്ക് കിട്ടി. ഇപ്പോൾ അതേ മുതലേ അവർ കേട്ട അതേ വണ്ടി കൺഫേം ആയാലേ പിന്നെ നമുക്ക് ഒരു വിഷയമുണ്ട്, വണ്ടി ഇവിടെ കിട്ടുമെന്ന്. ആ ഭാഗത്തിൽ ഒരുപാട് മണ്ണുണ്ട്. മണ്ണ് എടുത്തിട്ട് പിന്നെ നോക്കണം. അടിഭാഗത്തില് കുത്തുകമ്പി ആക്കി നോക്കിയാൽ മതി. ഇല്ല, കാണാം, നല്ലതായിട്ട് കാണും. ഒന്നും വിഷ്ണല്ലേ, ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോ ഇത് എത്ര അതേ മാതിരി ഇവിടെ ഉണ്ട്. ഒന്ന് കിറച്ചില്ല, മെല്ലെ മെതുവ വില വേണം. വെയിലെത്തുന്ന സമയത്തിൽ ഒരുപാട് വില ചെയ്യണോ. കൂടുതൽ ഹെൽപ്പ് വേണ്ട. ഇപ്പൊ ഫിഷർമാൻ ഉണ്ടല്ലോ എന്നെ കൂട്ടത്തില്, ആ ഫിഷർമാൻ മതി. പിന്നെ ആരാണ് പറഞ്ഞാൽ അവർ ചെയ്യട്ടെ, പറവില്ല. നമ്മൾ അവർ കൂട്ടത്തിൽ ഒരു ടീമായിട്ട് ചെയ്യും, പറവില്ല. നമുക്ക് ഒരു വണ്ടി കിട്ടുന്ന പിന്നെ അതിനുള്ള അർജുന് പിന്നെ 3 ആളുണ്ടല്ലേ, 2 ആൾ അവരുടെ ബോഡി തേടുന്നു. ആ മണ്ണിലുള്ള 2 ആൾ പിന്നെ ഉണ്ടല്ലോ, ലോകേഷ്, പിന്നെ ജഗന്നാഥ്, പിന്നെ അർജുൻ. അവരെ തേടുന്ന ഒരു കാര്യം.
8-8:30 മണിയാവും. കൊഞ്ചം വെയിൽ വന്നാൽ നല്ല ആ സമയത്ത് നമ്മൾ തുടങ്ങും. ഇത് തന്നെയാണ് ഇപ്പോൾ ഈശ്വർ പറയുന്നത്. ഇപ്പോഴെന്തായാലും ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഈശ്വർ മാൽപ്പയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന അദ്ദേഹം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇനി നാളെ നടക്കുന്ന തിരച്ചിൽ രാവിലെ 8 മണി തൊട്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇനി വരുന്ന 1, 2, 3, 4 തെരച്ചിലുകളിൽ കാര്യമായ തോതിൽ തന്നെ ഇത്തരത്തിൽ തിരച്ചിൽ നടത്താൻ കഴിയും എന്നാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. നാളെ ഈശ്വർ മാൽപ്പെ സംഘം മാത്രമല്ല STRF-ഉം NDRF-ഉം അതുപോലെ തന്നെ നേവിയുടെ പ്രത്യേക സംഘവും മുങ്ങൽ വിദഗ്ധരും ഒക്കെ തന്നെ സ്ഥലത്തെത്തിച്ചേരും. നാളെ 8 മണി തൊട്ടായിരിക്കും ഇത്തരത്തിൽ ഇവിടെ ഒരു തിരച്ചിൽ ദൗത്യം ആരംഭിക്കുക. മാത്രമല്ല ആ ഒരു ദൗത്യം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും വെയിൽ നല്ല രീതിയിൽ കിട്ടുന്ന വെളിച്ചം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പോൾ തന്നെ നദിയുടെ അടിത്തട്ട് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പങ്കുവെച്ചത്. മാത്രമല്ല അടിത്തട്ടിലെ മണ്ണ് മാറ്റേണ്ട ആവശ്യമൊന്നും നിലവിലില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിലെ തിരച്ചിൽ ഏറെ നിർണായകമായി മാറും എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്.